പീഡനക്കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പ്രശോഭിനെ മണ്ണാർക്കാട് SC/ST കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രശോഭുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഷാരിഖ് നവാസ് ഉണ്ട് പാലക്കാട്ട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. ഷാരിഖ്, ഈ പീഡനക്കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭിനെതിരെ ഉയർന്ന കേസ് അതിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി ഇപ്പോൾ പ്രശോഭിനെ. മണ്ണാർക്കാട് SC/ST കോടതിയുടേതാണ് ഈ നടപടി. എന്താണ് അന്വേഷണ സംഘവുമായി ഇന്ന് തെളിവെടുപ്പ് നടക്കാൻ പോകുന്നു? എന്താണ് അതിന്റെ മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, 27-നാണ് ദലിത് യുവതി പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെതിരെ പരാതി നൽകിയത്. അതായത് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിലും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയാണ് പരാതി നൽകിയത്. ഈ പരാതി നൽകിയ ഉടനെ തന്നെ പ്രശോഭ് ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതിയും കൂടെ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി പ്രശോഭ് കീഴടങ്ങിയത്. ഇന്ന് പ്രശോഭ് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ മണ്ണാർക്കാട് SC/ST കോടതി പരിഗണിച്ചപ്പോഴാണ് അതായത് കസ്റ്റഡി അപേക്ഷയ്ക്ക് അനുമതി നൽകിയത്. 2 ദിവസത്തേക്കാണ് പ്രശോഭിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഈ തെളിവെടുപ്പ് നടത്തും. പ്രശോഭുമായി തെളിവെടുപ്പ് നടത്തും. പാലക്കാട് നഗരത്തിലെ ഒരു ഹോട്ടലിലും അതുപോലെ തന്നെ ഈ ദലിത് യുവതിയെ പീഡിപ്പിച്ചെന്ന് പറയുന്ന സ്ഥലങ്ങളിലും എത്തിയുമാണ് ഈ പോലീസ് തെളിവെടുപ്പ് നടത്തുക. എന്തായാലും ഉച്ചയോടുകൂടി പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ സംഘം ഈ പ്രശോഭുമായി തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മണ്ണാർക്കാട് നിന്ന് അവർ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. ഗോപികൃഷ്ണൻ. ശരി, ഷാരിഖ് നവാസ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.